4-5 വീടുകൾ ഒരുമിച്ച് അവിടുത്തെ മുതിർന്ന പൗരന്മാർ ഒരുമിച്ച് കൂടുക, അവരൊരുമിച്ച് വിനോദയാത്രയ്ക്ക് പോവുക, ഇടയ്ക്കിടയ്ക്ക് അവർ കൂടി ഇപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുക, അവരെല്ലാവരും കൂടെ ഒരുമിച്ച് ആ വീട്ടിൽ ഭക്ഷണം കഴിക്കുക, അടുത്ത ദിവസം അടുത്ത വീട്ടിലാക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു സ്വന്തമായിട്ടൊരു കൂട്ടായ്മ ഉണ്ടാക്കി മുന്നോട്ടേക്ക് പോവുക. ഞാൻ ഡോക്ടർ പ്രിയ വിജയകുമാർ, അമൃത ആശുപത്രിയിലെ ജെറിയാട്രിക്സ് വിഭാഗം മേധാവി. ഒക്ടോബർ 1 ഇൻ്റർനാഷണൽ ഡേ ഫോർ ഓൾഡർ പേഴ്സൺസ് ആണ്. ഇത് നമ്മുടെ സമൂഹത്തിലുള്ള മുതിർന്ന പൗരന്മാരെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനുള്ള ഒരു ദിനം. ഈ വർഷത്തെ തീം എന്നുള്ളത് വൃദ്ധജനങ്ങൾ മുന്നോട്ട്, അവരുടെ സ്വപ്നം, ക്ഷേമം, അവകാശം എന്നുള്ളതാണ്. അപ്പോൾ മുതിർന്ന പൗരന്മാർ തന്നെ അവരുടെ കൂട്ടായ്മ ഉണ്ടാക്കുക, എന്നിട്ട് ആ കൂട്ടായ്മയിലൂടെ അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക, അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അവരുടെ അവകാശങ്ങൾ തേടിയെടുക്കുക. ഇപ്പോൾ ചെറുപ്പക്കാരെ കാത്തു നിൽക്കുന്നതിലോ ഒന്നും ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് സമയവും സൗകര്യവും ഇല്ല. അപ്പോൾ ഇതിപ്പം നമ്മളൊരു 4-5 വീടുകൾ ഒരുമിച്ച് അവിടുത്തെ മുതിർന്ന പൗരന്മാർ ഒരുമിച്ച് കൂടുക, അവരൊരുമിച്ച് വിനോദയാത്രയ്ക്ക് പോവുക, ഇടയ്ക്കിടയ്ക്ക് അവർ കൂടി ഇപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുക, അവരെല്ലാവരും കൂടെ ഒരുമിച്ച് ആ വീട്ടിൽ ഭക്ഷണം കഴിക്കുക, അടുത്ത ദിവസം അടുത്ത വീട്ടിലാക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു സ്വന്തമായിട്ടൊരു കൂട്ടായ്മ ഉണ്ടാക്കി മുന്നോട്ടേക്ക് പോവുക. അതാണ് ഇത്തവണത്തെ തീം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ എനിക്ക് തോന്നുന്നതും ഇത് തന്നെയായിരിക്കും ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും നല്ലത്. ഇനി പലതരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങളും മുതിർന്ന പൗരന്മാർക്കുണ്ട്. ഇപ്പോൾ പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, ഇതെല്ലാം ചെറുപ്പക്കാരെ പോലെ തന്നെ മുതിർന്ന പൗരന്മാർക്കുണ്ട്. അപ്പോൾ ശാരീരിക പ്രശ്നങ്ങളെ കൃത്യമായി നമ്മൾ പരിഹരിക്കുക, അതിൻ്റെ മരുന്നുകൾ കൃത്യമായി കഴിക്കുക. അതൊരു ഭാഗത്ത്. ശാരീരിക പ്രശ്നങ്ങൾ കൂടാതെ തന്നെ ഇവർക്ക് മാനസിക പ്രശ്നങ്ങളും പലതരത്തിലുള്ളതുണ്ട്. അതിൽ മുന്നിൽ നിൽക്കുന്നത് ഒറ്റപ്പെടലും വിഷാദരോഗവുമാണ്. അത് ഇന്നത്തെ സമൂഹത്തിൻ്റെ രീതി അങ്ങനെയാണ്. കാരണം ചെറുപ്പക്കാർ പലരും വീട്ടിലില്ല, കുട്ടികളില്ല. ഇപ്പോൾ പണ്ട് നമുക്ക് കൂട്ടുകുടുംബങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ എന്തെന്ന് വെച്ചാൽ എപ്പോഴും മുതിർന്ന പൗരന്മാർക്ക് കുട്ടികൾ കൂട്ടുണ്ട്, കുട്ടികൾക്ക് മുതിർന്ന പൗരന്മാരും കൂട്ടുണ്ട്. ഇടനിലയിലുള്ളവരാണ് അവർ ജോലിക്കും മറ്റുമായിട്ട് വീട്ടിന് പുറത്ത് പോയിരുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് ന്യൂക്ലിയർ ഫാമിലി, ഒരു വീട്ടിൽ 2 അംഗങ്ങൾ അല്ലെങ്കിൽ 3 അംഗങ്ങൾ, ഇങ്ങനെ വരുമ്പോൾ ഒറ്റപ്പെടുന്നത് മുതിർന്ന പൗരന്മാരാണ്. അപ്പോൾ ഇവർക്ക് ശാരീരിക പ്രശ്നങ്ങൾ പോലെ തന്നെ മാനസിക പ്രശ്നങ്ങളും വന്നു ചേരും. ഈ മാനസിക പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതൊരു വലിയ ചോദ്യം തന്നെയാണ്. അപ്പോൾ കൂട്ടായ്മകൾ തന്നെയാണ് ഇതിൻ്റെ നല്ലൊരു തരത്തിലുള്ള ഉത്തരം. പിന്നെ ചിലപ്പോൾ നമുക്ക് മരുന്നിൻ്റെ സഹായവും വേണ്ടി വന്നേക്കാം. ഇനി ഈ ശാരീരിക മാനസിക പ്രശ്നങ്ങൾ പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഇവർ എന്ത് ഭക്ഷണം കഴിക്കണം എന്നുള്ളത്. ഇപ്പോൾ കുട്ടികൾക്ക് നമ്മൾ സമീകൃത പോഷകാഹാരം പറയുന്നത് പോലെ തന്നെ മുതിർന്ന പൗരന്മാർക്കും ഓരോരുത്തരുടെയും ശാരീരിക പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും കണക്കിലെടുത്ത് അവർക്ക് ഒരു സമീകൃത പോഷകാഹാരം നമ്മൾ കഴിയുന്നത് പോലെ നമ്മൾ കൊടുക്കുക. അതേപോലെ തന്നെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യം കൂടിയാണ് വ്യായാമം എന്നുള്ളത്. അതും ഇപ്പം ഒരു ചോദ്യം എപ്പോഴും മുന്നോട്ട് വരും, ഈ 80 വയസ്സിൽ ഞങ്ങൾ എന്ത് വ്യായാമം ചെയ്യും, 90 വയസ്സിൽ ഞങ്ങൾ എന്ത് വ്യായാമം ചെയ്യും? അങ്ങനെയല്ല, നമുക്ക് 90 വയസ്സിലും ചെയ്യാൻ പറ്റുന്ന വ്യായാമ മുറകളുണ്ട്. അത് നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പം മൊത്തത്തിൽ മുതിർന്ന പൗരന്മാരുടെ ശാരീരികവും മാനസികവും അവരുടെ ആഹാരക്രമവും അവരുടെ വ്യായാമക്രമവും എല്ലാം നമ്മൾ കണക്കാക്കി മുന്നോട്ടേക്ക് പോവുക.